നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ മരിച്ചു കളയാന്ന് ആദ്യം കരുതിയത്, പിന്നെ കരുതി വേണ്ടാന്ന്. മരിച്ചാലും ഈ അവമാനം എന്നെ വിട്ട് പോവില്ലല്ലോ. മോളെ എന്തിനാ ശ്യാമ ജീവൻ ഒടുക്കിയെന്ന് ചോദിച്ചാ കഥകള് പിന്നെയും പെരുകയല്ലേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോ അപമാനിച്ചത് പോരെ, എന്റെ ശവത്തെ കൂടി അപമാനിക്കണോ? എന്തൊക്കെയാണ് മോളെ, എന്തൊക്കെയാണ് നീ പറയുന്നത്? എല്ലാം കണ്ടോണ്ട് നിന്നിട്ടും ഞാൻ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലേ? കുഞ്ഞെ മോളെ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം ഞാൻ ഇയാളോട്. മാപ്പോ? നിങ്ങൾ എന്തിനു മാപ്പ് പറയുന്ന? മോളെ തുടരുതെന്നെ. മറുപടി പറഞ്ഞിട്ട് ഇയാളെ ഞാൻ വിടും. ശ്യാമേ പറ, മറുപടി താ എനിക്ക്. പറയ, ഒരിക്കലെങ്കിലും ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ അർത്ഥത്തിലുള്ള ഒരു നോട്ടോ ചിരിയോ ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? മറുപടി ഇല്ല അല്ലേ? പിന്നെ എന്തിനാ എന്റെ സമ്മതം ചോദിക്കാതെ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? പറയാ, എന്റെ അവകാശമായ എന്റെ ജീവിതം എന്റെ സമ്മതമില്ലാതെ അതിലേക്ക് എന്തിനു വലിച്ചു കയറി വന്നു എന്നാ ചോദിച്ചത്. തകർന്നു പോയത് എന്റെ ജീവിതമാ. അത് മടക്കി തരാൻ പറ്റുമോ ആർക്കെങ്കിലും? അമ്മയ്ക്ക് പറ്റുമോ? മോളെ, അച്ഛനോ? കുഞ്ഞിച്ചെ കൊണ്ട് പറ്റുമോ? എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയല്ലേ കുഞ്ഞേച്ചി. അമ്മ പറയുമ്പോഴത്തെ സാരോപദേശം ഒന്നും വേണ്ട. ഞാൻ ഇനി എന്താ വേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. പഴയ ശ്യാമയായിട്ട് എനിക്കെന്റെ വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുമോ? താലിയോ ഭർത്താവോ കുടുംബമോ ഒന്നും വേണ്ട. എന്റെ അമ്മയ്ക്കൊപ്പം ആ വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞുള്ള ജീവിത അവസാനം വരെ അതിനെന്നെ സമ്മതിക്കോ? നിങ്ങള് സമ്മതിക്കോന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരും നിമിത്തമല്ല സച്ചേട്ടാ, നമ്മൾ രണ്ടപരിചിതർ ഒന്നിച്ചതും ഇവിടം വരെ എത്തിയതും ഒക്കെ നിമിത്തമല്ല, ഭാഗ്യം. എന്റെ ഭാഗ്യ ഇതെല്ലാം. നല്ലൊരച്ഛന്റെ മകനായി, സ്നേഹിക്കുന്ന സഹോദരങ്ങളുടെ ഏട്ടനായി, തന്റെ ഭർത്താവായി ഈ ജന്മത്തിലെ സകല സന്തോഷങ്ങളും ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. സച്ചേന്റെ ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തരുന്നുണ്ട്. പക്ഷേ എന്റെ പേടി അതല്ല. ഞാൻ കൂടുതൽ സന്തോഷിക്കുമ്പോഴൊക്കെ അതിന് പിന്നിൽ വലിയൊരു കരച്ചില് തന്നിട്ടുണ്ട് ഈശ്വരൻ. ആ ഒരു പേടിയാ എനിക്കിപ്പോ ഉള്ളത്. എങ്കിലേ അങ്ങനൊരു പേടി വേണ്ട. തന്റെ കണ്ണ് നിറയാൻ നോക്കേണ്ട ആള് ഞാന്. ഭർത്താവായും കൂട്ടുകാരനായും ഒക്കെ എപ്പോഴും ഞാൻ തന്നോടൊപ്പം ഉണ്ട്.
ഒരു കാരണത്താലും താൻ വിഷമിക്കേണ്ടി വരില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. ഉം? പിന്നെ ഇന്നലെ ഞാൻ തനിക്കൊരു വാക്ക് തന്നിരുന്നു. സന്ദീപിനെ ആദരയും കൊണ്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകാന്ന്. അതിന്റെ ഉത്തരവാദിത്വം തനിക്കാ. സ്ഥലവും തീയതിയെല്ലാം താൻ പ്ലാൻ ചെയ്താൽ മതി. തന്റെ ആ ആഗ്രഹം കൂടി നമുക്കങ്ങ് നിറവേറ്റിക്കളയാം. സച്ചേട്ടാ, ഒരു മിനിറ്റ്. താനെന്താ നോക്കുന്നേ? എന്റെ ഒരു ഡയറി ഞാനിവിടെ വച്ചായിരുന്നു. സച്ചേട്ടൻ കണ്ടായിരുന്നോ അത്? അവിടെ എവിടെയെങ്കിലും കാണും. അല്ല, എന്താ ഡയറിയില്? തനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? അങ്ങനത്തെ ശീലമൊന്നുമില്ല. തോന്നുന്ന കാര്യങ്ങളൊക്കെ വെറുതെ കുത്തിക്കുറിച്ച് വെക്കും. എന്തിനാ ഇത്? അതിൽ കൂടുതലും ഞാൻ എഴുതിയിരിക്കുന്നതേ എന്റെ മനപ്രയാസങ്ങളാ. സന്തോഷത്തോടെ ഇപ്പൊ രണ്ടുപേരെ എഴുതാൻ തോന്നുന്നു എനിക്ക്. മാത്രല്ല, എന്റെ കുറച്ച് ആഗ്രഹങ്ങളും ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ സ്നേഹത്തോടെയാ മഹേട്ടൻ മാളുവിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ശരിയാ ഗംഗ പറഞ്ഞത്. പണ്ടൊക്കെ എനിക്ക് എന്റെ അച്ഛനോട് ദേഷ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ഗംഗ കാരണ ഞാൻ അച്ഛനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ വേണം. നല്ല കുട്ടികൾ അങ്ങനെയാ. മോളുടെ അച്ഛന് മോള് മാത്രല്ലേ ഉള്ളൂ. ആ ഓർമ്മ എപ്പോഴും എന്റെ മാളുവിന് വേണം. പക്ഷെ ഗംഗ പറഞ്ഞതിലൊരു തെറ്റുണ്ടല്ലോ. ആ, എന്താ മോളെ? അച്ഛൻ ഞാൻ മാത്രമല്ലല്ലോ, ഗംഗയുണ്ട്. എനിക്കറിയാം ഗംഗയ്ക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെയല്ലേ. മോളെ, അത് ഗംഗ പറഞ്ഞാലും ഇല്ലെങ്കിലും അതെനിക്കറിയാം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി അറിയാം. എന്താ അത്? മഹിയുടെ മോളായോണ്ടല്ലേ ഗംഗയ്ക്ക് എന്നെ ഇഷ്ടമായത്. അപ്പൊ എന്നെക്കാൾ ഇഷ്ടം അച്ഛനെയല്ലേ? എന്റെ കുറുമ്പി, എന്തൊക്കെ പറയുന്നത്? ഈ കുഞ്ഞു വായി നിന്നാണോ ഈ വർത്താനൊക്കെ വരുന്നത്? ഗംഗേ, എന്താ മാളു? ഞാനൊരു കാര്യം പറഞ്ഞ ഗംഗ അനുസരിക്കോ? മോള് പറ. എനിക്ക് ചെയ്യാൻ പറ്റുന്നാണെങ്കിൽ ഞാൻ ചെയ്യാതിരിക്കോ? ഗംഗയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതെന്താ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം? സ്കൂൾ മത്സരത്തിന് ഗംഗ എന്റെ കൂടെ വരുമോ? ഞാൻ വരണോ മോളെ? എനിക്കിവിടെ ഒരുപാട് ജോലികളില്ലേ. അത് മാത്രല്ല, മഹേട്ടനും ശ്രേയച്ചും എല്ലാം വരുമായിരിക്കും. അവരൊന്നും വരണ്ട, ഗംഗ വന്നാ മതി. എല്ലാവരും അമ്മമാരെ കൊണ്ടുവരുന്നേ. എന്റെ അമ്മ ഗംഗയല്ലേ. അപ്പൊ വേറെ ആരുമല്ല, ഗംഗയല്ലേ എന്റെ കൂടെ വരേണ്ടത്. ഗംഗ മാത്രം എന്റെ അമ്മ. മോളെ, എന്റെ പൊന്നു മോളാ നീ.
എന്തായി? കാര്യങ്ങൾ പറഞ്ഞതുപോലെ നടക്കൂ? ഈ നകുലൊരു വാക്ക് പറഞ്ഞാൽ അതിന് വ്യത്യാസം ഉണ്ടാവില്ല. പറഞ്ഞ സമയത്ത് നിങ്ങൾ കൃത്യമായി എത്തണം. ഞാൻ ഗംഗയെ അവിടെ എത്തിച്ചിരിക്കും. ഓക്കെ, ഡീൽ. വണ്ടിയുടെ കാര്യം ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. പിന്നെ പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടായാൽ എന്നെ അറിയിച്ചിരിക്കണം. ശരി. അധിക നേരം ഇങ്ങനെ സംസാരിക്കുന്ന സേഫ് അല്ല. ആരെങ്കിലും കേട്ടാ അത് പണിയാവും. ഇവിടെ ചോരകൾക്ക് പോലും ചെവിയുണ്ട്. ശരി, ഞാൻ ഈ കാര്യം ഇപ്പൊ തന്നെ ബോസിനെ അറിയിക്കട്ടെ. ഗംഗയുടെ ഫോട്ടോ കണ്ടത് മുതൽ ബോസിന്റെ ഉറക്കം നഷ്ടപ്പെട്ടതാ. ഇന്ന് സുന്ദര സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങിക്കോളാൻ പറ. നാളെ ഗംഗ ബോസിനൊപ്പം ഉണ്ടാവും. ഓക്കെ, നിന്റെ ബാലൻസ് ക്യാഷ് ഗംഗയെ എത്തിക്കുന്ന സമയം തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓ, അത് മതി. ആ, അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഗംഗയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ അച്ഛാ? മോള് വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. എന്തു പറ്റിയടോ? അറിയില്ല, നോക്കിക്കോട്ടെ. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യ്. ഗംഗേ, ഗംഗേ, ഗംഗേ. അയ്യോ, ആന്റി അല്ലേ ഇത്? അമ്മേ, അമ്മേ, എന്താ പറ്റിയേ? അയ്യോ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മേ, അമ്മേ, അമ്മ എഴുന്നേക്ക് അമ്മേ. ആന്റി, അമ്മേ, ആന്റി, എന്താ എന്ത് പറ്റി? ഹൈമാവതി, എന്താ ഇവിടെ സംഭവിച്ചത്? അമ്മേ, മാള് വന്ന് ഹൈമാവതി. വിളിച്ചോണ്ട് ഞാൻ താഴേക്ക് വന്നത്. എന്താ നീ ലൈറ്റ് ഇട്ടത് കണ്ട ഞങ്ങളും വന്നത്. പറ്റിയേ? എന്താ സംഭവിച്ചെന്ന് അറിയില്ല. സീമ നോക്കി നിൽക്കാതെ വേഗം പോയി വെള്ളം എടുത്തോണ്ട് വാ. ഹൈമാവതി, അമ്മേ, ഹൈമാവതി. ഗംഗേ കാണുന്നില്ല മുത്തശ്ശി. ഗംഗയെ കാണുന്നില്ലെന്നോ? എന്താ മഹി പറയുന്നേ? എന്റെ കുഞ്ഞെവിടെ? അവള് മുറിയിലില്ലേ? ഇല്ല, അയ്യോ, ഗംഗ അവിടെ എങ്ങും ഇല്ല. ഗംഗയെ കാണുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടാ മാളു എന്നെ വന്ന് വിളിച്ചുണർത്തിയത്. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ്, അവൾക്ക് എന്താ പറ്റിയേ? ജാനകിയമ്മ വിഷമിക്കാതെ, ഹൈമാവതി ഉണരുമ്പോ അറിയാലോ. ഈ സീമ ഇതെവിടെ പോയി? സീമേ, ദാ വെള്ളം തരൂ. ഹൈമാവതി, അമ്മേ, അമ്മേ, ഹൈമാവതി. ഇതെന്താ ഇത്? ഓടിക്കോ. കണ്ടെന്നാ തോന്നുന്നേ. ഓടിക്കോടോ. അയ്യോ, അയ്യോ, എന്റെ ഗംഗ, ഗംഗയുടെ ശബ്ദമല്ലേ അത്? മോളെ, എന്താ എന്താ ഇവിടെ? മോനെ, ഗംഗയുടെ കരച്ചിലല്ലേ അത്? അയ്യോ, എന്റെ ഗംഗ, ഗംഗേ, ഗംഗേ, ഗംഗേ. എന്താ എന്തുപറ്റി? മുത്തശ്ശി, മോളെ, മോളെ, ഗംഗേ, മുത്തശ്ശി, മോളെ, അയ്യോ, മോളെ, എന്താ പറ്റിയത്? മോളെ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? അയ്യോ,
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഞ്ജു ഇങ്ങനെ ഇറിറ്റേറ്റ് ആവാതെ ദേഷ്യം വിട്ടൊന്ന് റിലാക്സ് ചെയ്യ് സഞ്ജു, പ്ലീസ്. ഞാൻ ഇറിറ്റേറ്റഡ് ആയതൊന്നുമില്ല. അമ്മ നമുക്ക് വേണ്ടി ചെയ്തൊന്നും മറന്നു കളയാനും പറ്റില്ല. ഇന്നത്തെ ദിവസം അവളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പോലും ഇവിടെ ആർക്കും കഴിയാതെ പോയല്ലോ. അതാ എന്നെ ദേഷ്യം പിടിപ്പിച്ചത്. അത് സത്യമാ. സഞ്ജുന്റെ അമ്മയ്ക്കും കാവേരി ഇളയമ്മയ്ക്കും അമ്മുന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വ്യക്തമായിട്ട് അറിയാലോ. ഈ രാത്രി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞു വെച്ചിട്ടല്ലേ അവരൊന്നും ചെയ്യാത്ത. അമ്മയ്ക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇപ്പൊ കഴിഞ്ഞല്ലോ. നേരത്തെ അതാവായിരുന്നു. ആരും അതിനത്ര വില കൽപ്പിക്കാത്തോണ്ടാണോ? കാവേരി ഇളയമ്മയും രാജുവും മൗനം പാലിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത. ദിനേശൻ ചെറിയച്ചനെ ഇന്ന് കണ്ടതേയില്ല. എല്ലാവരും ഇതത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തയാണോ? അവർക്കൊക്കെ എന്ത് ചെയ്യാനാവും സ്വതി? കുറെ കാലം ഈ വീട്ടിൽ നിന്ന കുട്ടിയല്ലേ അമ്മോ. അവളുടെ പ്രശ്നം മാറുന്ന തന്നെ നമുക്ക് കരുതാം. താൽക്കാലികമായ ഒരു ഓർമ്മക്കുറവ് മാത്രമായി മറ്റുള്ളവരെ പോലെ നമുക്കും കരുതാം. ഇതിനെ രോഗമായിട്ട് കാണാനും പറ്റില്ല. മനസ്സിൽ നിന്ന് ഏകദേശം 1 വർഷത്തെ ഓർമ്മകളാ മാഞ്ഞുപോയെ. അത് തിരിച്ചു വരിക തന്നെ ചെയ്യും. പ്രഭയങ്ങൾ നിന്നോട് എന്താ പറഞ്ഞത്? നാളെ തന്നെ അമ്മനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അച്ഛന്റെ തീരുമാനം. അവളുടെ കാര്യങ്ങള് അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡോക്ടറിനെ ഒന്ന് കാണിക്കാം. ഞാനോ തന്നെയാ തീരുമാനിച്ചത്. നമ്മൾ എത്ര കാലമായി സ്വപ്നം കണ്ട നിമിഷങ്ങളാ നിറമങ്ങിയ ചിത്രം പോലെ കടന്നു പോകുന്ന. പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചെങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്കിന്നൊന്നിനും കഴിയാത്ത മാനസികാവസ്ഥയില സഞ്ജു. ഏത് നിമിഷം വേണമെങ്കിലും അമ്മ വന്ന് വാതിലിൽ തട്ടി വിളിക്കാം. അവളുടെ മനസ്സില് ഈ കിടക്കയുടെ ഒരു ഭാഗം അവൾക്ക് അവകാശപ്പെട്ടതാ. എത്രയും വേഗം അമ്മ പഴയ നിലയിൽ തിരിച്ചെത്തിയാൽ മതി. ഡോക്ടർ പറയാൻ പോകുന്നത് അവളുടെ ശരിക്കുള്ള ഭർത്താവിനെ കണ്ടെത്തി കൊണ്ടുവരാനാവും. നമുക്ക് സഞ്ജയനെ എത്രയും വേഗം കണ്ടെത്തണം. അവൻ വിസിറ്റിങ്ങിന് ദുബായിലോ മറ്റോ പോയെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്തായാലും അവനെ തിരിച്ചു വിളിക്കണം. സഞ്ജയുടെ നമ്പർ സഞ്ജു എനിക്ക് തന്നാ മതി. സഞ്ജു കിടന്നോളൂ. അതെന്താ നീ കിടക്കുന്നില്ലേ? എനിക്കെങ്ങനെ ഉറങ്ങാനാവും? അമ്മുവിന്റെ കാര്യത്തില് ഒരു തീരുമാനമാവാതെ എന്റെ മനസ്സ് ശാന്തമാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. 3 കോടി രൂപ വില വരുന്ന മുതലല്ലേ ഇത്? കോടിയുടെ ഈ മാല മനസമാധാനത്തോടെ എങ്ങനെ ഈ വീട്ടിൽ സൂക്ഷിക്കും? അപ്പൊ പിന്നെ ലോക്കറിൽ വെച്ച് തന്നെയല്ലേ മതിയാവൂ. കാലം അതായി പോയില്ലേ. സാരമില്ല, എന്നും പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്ന സമയത്ത് നമുക്ക് ഈശ്വരന്റെ മുന്നിൽ വയ്ക്കാം. അതുകൊണ്ട് ഫോട്ടോഷൂട്ടിന്റെ അന്നുവരെ ഈ മാല ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഏതായാലും ആരും ഇവിടെ വന്ന് ഇത് മോഷ്ടിക്കാൻ പോകുന്നില്ലല്ലോ. ഈ മാല പാർവതിയാണ് അണിയുന്നതെന്ന് പറഞ്ഞപ്പോ പ്രഭാവതി എന്ത് പറഞ്ഞു? പ്രഭാവതിക്കത് താല്പര്യം തന്നെ ആയിരുന്നോ? അവളൊന്നും പറഞ്ഞില്ല.
കമ്പനിയുടെ ഭരണത്തിലുണ്ടായ മാറ്റത്തില് അവളിത്തിരി എതിർപ്പ് പ്രകടിപ്പിച്ചു. കമ്പനിയുടെ റൂൾസ് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിയപ്പോ പിന്നെ അവളൊന്നും മിണ്ടിയില്ല. എന്തായാലും പാർവതി ഭാഗ്യമുള്ള കുട്ടിയാ. ശരിക്കും ഐശ്വര്യദേവിയെ പോലെ തന്നെയാ. അതുകൊണ്ട് തന്നെ ഈ മാല അണിയാൻ എന്തുകൊണ്ടും യോഗ്യത പാർവതിക്ക് തന്നെ. പാർവതിക്ക് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ മണിചന്ദ്രമാല പാർവതിക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഒന്നിനോടും അമിതാവേശം ഇല്ലാത്തത് അവളുടെ നല്ല മനസ്സ് കാരണമാ. അതുകൊണ്ടാ അവർക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നത്. അമ്മ നോക്കിക്കോ, മണിചന്ദ്രമാല അണിയുന്നതിന് ശേഷം പാർവതിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് നീ പറഞ്ഞത് ശരിയാ. ഈ മാല എപ്പോഴൊക്കെ ആരൊക്കെ അണിഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട്. വാ മോളെ, പോവാം. ചേച്ചി, എന്താടാ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയോ? ഏയ് തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ അതിലും വലിയ സംഗതികൾ അവിടെ നടക്കുന്നേ. അതെന്താ അത്ര വലിയൊരു സംഗതി? ചേച്ചി, മണിചന്ദ്രമാല എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് പഴയ മോഡലുള്ള വില കൂടിയ ഒരു മാലയാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണ്, ഐറ്റം വെരി കോസ്റ്റ്ലിയാണ്. അങ്ങനൊരു മാല ഈ വീട്ടിലുണ്ട്. ഇവിടെ മണിചന്ദ്രമാലയോ? ഉണ്ട് ചേച്ചി. നീ അതെങ്ങനെ അറിഞ്ഞു? ചേച്ചി, ഈ മണിചന്ദ്രമാല ഇവിടെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നൊരു മാലയാ. ഓരോരോ തലമുറയായി കൈമാറി കൈമാറി അവസാനം അത് ഗായത്രി ദേവിയിൽ എത്തിച്ചേർന്നു. ഇന്ന് പാർവതിക്ക് അത് കൈമാറും. പാർവതി ഇന്ന് ഫോട്ടോഷൂട്ടിന് നിൽക്കുന്നത് ആ മാല ധരിച്ചിട്ടായിരിക്കും. എടാ, ഈ വിവരങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ചേച്ചി, ഈ പ്രസ്തുത മാല പാർവതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് വിജയമ്മയും രാധികയും കൂടെ ആ മാല പൂജാമുറിയിൽ പൂജയ്ക്ക് വെച്ചിരിക്കുക. അവരത് അവിടെ വെക്കുന്ന നേരത്താ ഇതൊക്കെ സംസാരിച്ചതും ഞാനത് മറിഞ്ഞെന്ന് കേട്ടതും. ചേച്ചി, ശരിക്കും ഈ മാല ആർക്കാ കിട്ടേണ്ടത്? പാരമ്പര്യമായിട്ട് കൈമാറുന്ന രീതിയാണെങ്കിൽ അത് കിട്ടേണ്ടത് ചേച്ചിക്കല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നിന്നെ ഒരുക്കാവെന്ന് കരുതിയാ ഞാൻ വന്നത്. അപ്പോഴേക്കും നീ റെഡിയായി. അമ്മ ഒരുക്കാൻ വരുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാൻ ഒരുങ്ങാതെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നേനെ. ഞാൻ നിന്നെ ഒരുക്കുന്നത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാ? ആ, ഒരുക്കാനായില്ലെങ്കിലും ഞാൻ നിനക്ക് പൂ വെച്ചുതരാം. നീ പൂ വെച്ചില്ലല്ലോ. ഈ പൂവും കൂടി വെച്ചാലേ നീ തനി അപ്സരസ് ആയിരിക്കും. ആ, തിരിഞ്ഞു നിന്നേ മോളെ, ഞാൻ വെച്ചുതരാം. ആ, എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ആ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ദേ, നാളെ നീ വിവാഹം കഴിച്ചു പോകുന്ന വീട്ടിലെ അമ്മായിയമ്മയും എന്ന് നിനക്ക് ഇതുപോലെ പൂ വെച്ച് തരും. നിങ്ങളാണല്ലോ എന്റെ അമ്മായിയമ്മ. അല്ല മോളെ, അയ്യോ, ഇത്രയും സുന്ദരിയായ നിനക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലല്ലോ. പെണ്ണിന്റെ ചന്തം കൂട്ടുന്നത് പൊന്നല്ലേ മോളെ? ദേ, അവിടെ ഓരോരുത്തരും പൊന്നണിഞ്ഞാ നിൽക്കുന്നത്. എല്ലാവരുടെ കഴുത്തിലും കയ്യിലും ഒക്കെ സ്വർണ്ണമുണ്ട്. അവർക്കിടയിലേക്ക് മോള് സ്വർണ്ണം ഇല്ലാതെ പോകുന്നത് ഒരു കുറച്ചിലല്ലേ? അത് സാരമല്ല. സ്വർണ്ണം ഇല്ലാതെ ഞാൻ എന്താ ചെയ്യാ? മോളെ, ഈ അമ്മ നിനക്കൊപ്പം ഉള്ളപ്പോ നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്ക് വേണ്ട സ്വർണം ഞാൻ തരും. പ്രതാപം വരട്ടെ. പ്രതാപാ. ആ, ഞാൻ എത്തിയേച്ചി.
പ്രതാപ അതിങ്ങ് കൊണ്ടുവന്നേ. ഇതില് നിനക്കുള്ള ആഭരണങ്ങളാ. പ്രതാപ അതൊന്ന് തുറന്നേ. ആ പ്രതാപ ആ മാല ഇങ്ങെടുത്തേ. ഇതാണ് ചേച്ചി മണിചന്ദ്രമാല. ആ. മോളെ ഇത് 3 കോടി രൂപ വിലയുള്ള മാലയാ. 3 കോടിയോ? അതെ 3 കോടി. ഇത് നീ കഴുത്തിലിട്ടോ. ഇത് നിനക്ക് നന്നായി ചേരും. അയ്യോ 3 കോടിയുടെ മാലയോ? എനിക്കിതൊന്നും വേണ്ട. അതെന്താ മോളെ വേണ്ടാത്തത്? 3 കോടി എന്ന് കേട്ടപ്പോ നീ പേടിച്ചു പോയോ? പല്ലവി നീ പേടിക്കുന്ന എന്തിനാ? ഇത് നീ മോഷ്ടിച്ചെടുത്ത് കഴുത്തിലിട്ടതൊന്നും അല്ലല്ലോ അല്ലേ? ഞാൻ മനസ്സറിഞ്ഞ് നിനക്ക് തരുന്നതല്ലേ. നീ ഇത് വേണ്ടാന്നൊന്നും പറയണ്ട. ആ അല്ലേലും വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇത് നീ അണിഞ്ഞേ പറ്റും. അമ്മേ ഇത് ഞാൻ നിന്റെ കഴുത്തിലിട്ട് തരാം. തിരിഞ്ഞ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പേടിക്കണ്ട കേട്ടോ. മോള് കണ്ണടച്ച് നന്നായിട്ട് ഉറങ്ങിക്കോ. ഇവിടെ അങ്കിൾ അടുത്ത് തന്നെ ഉണ്ട്. ഈശ്വര, എന്റെ മോക്കച്ഛന്റെ സ്നേഹം അത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഈ ശ്യാമ എന്താ ഫോൺ എടുക്കാത്ത? അഖിലിനെ വിളിച്ചു നോക്കാം. അശ്വതി ചേച്ചി വീണ്ടും ജേഷ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ആ ചേച്ചി എന്താ പ്രശ്നം? അഖി, ഞാനിവിടെ വീട്ടിലെത്തി. മോളിവിടെ ഉണ്ട്. പിന്നെ ആ ജയേഷ് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അവൻ അവിടെ ഉണ്ടോ? ഞാനിപ്പോ വരാം. വേണ്ട, അവൻ പോയി. നിന്റെ ഏട്ടൻ തല്ലുകൊടുത്ത് വിട്ടു. ഏട്ടനോ? അരുൺ ഇവിടെ ഉണ്ട്. എന്നിട്ട് അരുണേട്ടൻ അശ്വതി ചേച്ചിയെ കണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ വെച്ച് ശ്രീകുട്ടിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അരുൺ വീട്ടിൽ കൊണ്ടുവന്നതാ. ഇപ്പൊ പക്ഷെ പ്രശ്നമൊന്നുമില്ല. ശ്രീകുട്ടി ഇപ്പൊ അരുണിന്റെ മടിയിൽ കിടന്ന് അവൾ ഉറങ്ങാ. അങ്ങനൊരു അവസരത്തിലെങ്കിലും ഒരച്ഛന്റെ സ്നേഹം എന്റെ മോക്ക് കിട്ടി. ആ സ്നേഹത്തിന് വേണ്ടി എന്റെ കുഞ്ഞ് എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്നോ. എന്നെ എന്റെ മോളും അരുണും കണ്ടിട്ടില്ല. ഞാൻ വന്നിട്ടേ തിരിച്ചു പോകുന്നു പറഞ്ഞിരിക്കുക അരുൺ. അയ്യോ, അത് പ്രശ്നമാണല്ലോ. അഖിലൊന്ന് ഇവിടെ വരെ വരണം.
എങ്ങനെ അരുണിനെ ഒന്ന് പറഞ്ഞയക്കണം. ഇല്ലെങ്കിൽ അറിയാലോ, ഞാൻ ആകെ പെട്ടിരിക്കുക. ആ ശരി. പിന്നെ അശ്വതി ചേച്ചി, അരുണേട്ടന്റെ കണ്ണിപ്പെടാതെ നിന്നോ, ഞാനിപ്പോ എത്താം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും ഇപ്പൊ മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അരുണേട്ടൻ പൊയ്ക്കോളൂ. അശ്വതി ചേച്ചി വരുന്നവരെ ഞാനിവിടെ നിൽക്കാം. അല്ല, നിനക്ക് കടയിൽ തിരക്കുള്ളതല്ലേ? ഏയ്, അത് സാരമില്ല, ഏട്ടൻ പൊയ്ക്കോ. എന്നാലും ഈ അശ്വതി ഇത് എവിടേക്കാ പോയത്? അതും എന്തോ ആർക്കോ ആക്സിഡന്റ് ആണെന്നാ പറഞ്ഞേ. എന്തോ അത്രയ്ക്ക് എമർജൻസി ആയി കാണും. എനിക്കും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. വന്നിട്ടെല്ലാം ചോദിച്ചറിയണം. എടാ, എന്ത് എമർജൻസി ആയാലും ഈ മോളെ ഇങ്ങനെ റോഡിൽ ഒറ്റയ്ക്കാക്കിട്ട് പോകാമോ? അശ്വതി വരട്ടെ, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അരുണേട്ടാ, ഞാൻ പറയുന്ന കേൾക്കുക. ഇപ്പൊ പോയി, ഞാനിവിടെ ഉണ്ട്. അല്ല, അശ്വതിയും ആദ്യമായിട്ടുമായിട്ടുള്ള ബന്ധം നിനക്കും അറിയായിരുന്നല്ലോ. പിന്നെ നീ ശ്യാമ എന്താ ഇവളോട് ഇത്ര അടുപ്പം കാണിക്കുന്നത്? എന്തിനാ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? ആ, ഏട്ടനത് അറിയാലോ. ആ പിന്നെ ഏട്ടൻ എന്തിനാ ഈ മോളെ ഇങ്ങനെ സ്റ്റേജ് നടക്കുന്നത്? അത് കാര്യമൊക്കെ ശരിയാ. ആദ്യേട്ടനും ഇവിടുത്തെ അശ്വതിയായിട്ടുള്ള ബന്ധം ആ കാര്യത്തിൽ എനിക്ക് എതിർപ്പ് തന്നെയാ. പക്ഷേ അഗെയിൻ ഈ മോളെ കാണുമ്പോ എനിക്കെന്തോ വല്ലാത്തൊരു ഫീലാ. അത് സ്നേഹോ വാത്സല്യോ എന്തോ ഒന്നും എനിക്കങ്ങോട്ട് തിരിച്ചറിയാനാവുന്നില്ല. എപ്പോഴും ഈ മോൾ എന്നോടൊപ്പം ഉണ്ടാവണമെന്നൊരു തോന്നൽ. എന്തോ ഞാൻ എന്നെ തന്നെ മറന്നു പോവാ. എന്തായാലും ഞാൻ പോവാം. പക്ഷേ അശ്വതി വരുമ്പോ നീ ഒരു കാര്യം പറയണം. ഈ മോളെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുതെന്ന്. ആ, ഞാൻ പറഞ്ഞേക്കാം. അരുണേട്ടൻ പൊയ്ക്കോളൂ. പിന്നെ ഐശ്വര്യ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് എന്നോട് പറഞ്ഞു. എന്തോ അത്യാവശ്യ കാര്യമെന്നാ പറഞ്ഞ്. അതിലിപ്പോ ഞാനിവിടെ നിൽക്കല്ലേ, എന്താ കാര്യം എന്ന് പറഞ്ഞു? ഐശ്വര്യ ഒന്നും വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല. എന്തോ നിന്നെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ, അതെന്താ അങ്ങനൊരു കാര്യം? എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അശ്വതി വന്നിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ആ, ഞാനും ഐശ്വര്യം കൂടി നിന്നെ കാണാൻ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോട് ചേരുന്നതിൽ നിന്ന് വിലക്കുന്ന ദുഷ്ടശക്തികൾ അവിടെയും പ്രവർത്തിച്ചതാ. എന്റെ ലക്ഷ്യത്തിന് വിലങ്ങ് തടിയാവുന്ന എല്ലാത്തിനെയും ഞാൻ തല്ലി തകർക്കും. മനസ്സിലായോന്നോ? അങ്കിൾ, അങ്കിൾ,
അച്യുത് അച്യുത് അച്ഛോ, നിന്നെയും കൊണ്ടുവരുന്ന നിന്റെ അമ്മയെ ഗ്രാൻഡായി സ്വീകരിക്കാൻ ഒരുങ്ങിയതാണ്. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. അതുകൊണ്ടാണ് നിന്റെ അമ്മയെ മിസ്സായത്. അതുകൊണ്ടാണ് അങ്കിൾ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. അമ്മയെ ഫോൺ വിളിച്ചെങ്ങ് വരുമല്ലോ, പിന്നെന്താ പ്രശ്നം? ഇത് പ്രശ്നം വേറെയാ മോനെ. ഒരുപാട് നാളായി ഞാൻ സ്വപ്നം കണ്ടൊരു വിശേഷ മുഹൂർത്തം. അത് ഒരു പിടി മണ്ണിൽപ്പെട്ടെന്റെ കൈ വിട്ടുപോയി. അവൾ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അച്ഛൻ വഴുതിപ്പോയി. എനിക്ക് അതിന്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റുന്നില്ല. അങ്കിള് വിഷമിക്കണ്ട. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ എത്ര വൈകിയായാലും അത് നമുക്ക് കിട്ടുന്ന വലിയ വലിയ ആൾക്കാർ പറയുന്നേ. കൊള്ളാം, ഗ്രേറ്റ്. അച്ഛന് വലിയ ഫിലോസഫിയൊക്കെയാണല്ലോ പറയുന്നത്. ഇതൊക്കെ അച്ഛനെ ആരാ പഠിപ്പിച്ചു തരുന്നത്? Who taught you this? അതെന്റെ അമ്മയാ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ പറയും. കേൾക്കാൻ രസമുള്ളോണ്ടാ ഞാനിതൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നേ. That's Superman, superb. അച്യുതിനെ പോലെ ഒരു നല്ല കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന അമ്മയുണ്ട്. ആ അമ്മ എല്ലാ അമ്മമാർക്കും മാതൃകയാണെന്ന് ഞാൻ പറയും. ഇനി അച്ചൂട്ടന്റെ അമ്മയെ കാണുമ്പോ ഇങ്ങനൊരു മകനെ വളർത്തിയെടുത്തതിന്റെ സന്തോഷം അറിയിക്കും. I love you. I love you. I love you so much. I love you more than anything. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാധേ, രാധേ, രാധേ. എന്താടി ഭയന്നു പോയോ നീ? സാരമില്ല, തലവേദന കാരണം ഞാനൊന്ന് കിടന്നതാ, മയങ്ങിപ്പോയി. നിന്നെ കാണഞ്ഞിട്ട് കയറി വന്നതാ. ഇപ്പോഴും നിന്റെ നെഞ്ചു കിടന്ന് പെരുമ്പറ പോലെ മിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. നീ ആദ്യം ഒന്ന് മനസമാധാനത്തോടെ ഇരിക്കേ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്ക. നോക്ക്, ഇതിലൊന്നും നീ പതറിപ്പോവരുത്. ഈ പ്രത്യേക സമയത്ത് നിങ്ങൾ 3 പെൺകുട്ടികളും ഓരോരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകണമെന്നായിരിക്കും ഈശ്വര നിശ്ചയം. ഇവിടെ ഇനി തളരാതെ പിടിച്ചു നിൽക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. അച്ഛനുണ്ടായിരുന്നപ്പോ, സുഭദ്രാമ്മ ഉണ്ടായിരുന്നപ്പോ ഈ ലോകത്ത് ഞങ്ങളോളം ഭാഗ്യവതികളായി വേറെ ആരും ഉണ്ടായിരുന്നില്ല സീതമ്മ. ഞങ്ങള് പൂർണ്ണ സുരക്ഷിതരായിരുന്നു. അച്ഛൻ പോയപ്പോ ഒരു വശത്തെ ചിറകരിഞ്ഞതുപോലെയായി. സുഭദ്രാമ്മ കൂടി പോയപ്പോ തകർച്ച പൂർത്തിയായി എന്ന് പറയാം. സുഭദ്ര എങ്ങും പോയിട്ടില്ലല്ലോ അഞ്ജലി. രൂപം മാത്രമല്ല, അവളുടെ കാരുണ്യം, ധൈര്യം, ആത്മവിശ്വാസം ഒക്കെ നിനക്ക് തന്നിട്ടുണ്ടെന്ന് വേണം നീ വിചാരിക്കാൻ. അതെനിക്കറിയാം സീതമ്മേ. അതുകൊണ്ട് മാത്രമാ എനിക്കിതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്.
പക്ഷേ ഇന്നത്തെ സംഭവം അതെന്നെ അടിമുടി ഒളിച്ചു കളഞ്ഞിരിക്കുക. ആ രാക്ഷസന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ രാത്രിക്കപ്പുറം ഞാൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. നടന്നത് ഒരു താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമാണ്. ഇനി അയാളെ കണ്ടുമുട്ടേണ്ടി വരില്ല എന്ന് ഒരു ഉറപ്പുമില്ല എനിക്ക്. മനസ്സിലായി. ഇന്നത്തെ ഭാഗ്യം എപ്പോഴും തുണയ്ക്കണമെന്നില്ല. ശക്തമായൊരു സംരക്ഷണം തന്നെയാണ് നിനക്കിപ്പോ ആവശ്യം. പ്രസാദിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിനക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേണ്ട സീതമ്മേ, അത് വേണ്ട. എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനാണ് ആ മേഘനാഥൻ. ഞാനായിട്ട് പ്രസാദേട്ടനെ കൊലയ്ക്ക് കൊടുക്കാൻ പാടില്ല. എന്ത് സംഭവിച്ചാലും അത് പ്രസാദേട്ടൻ അറിയാൻ പാടില്ലെന്നാ എന്റെ തീരുമാനം. അഞ്ജലി, അപ്പൊ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് തന്റെ ജീവിതത്തിൽ. ആത്മാർത്ഥതയും വിശ്വസ്തതയും സത്യസന്ധതയും വേണ്ടുവോളം ഉള്ള ഒരാളായിട്ടാ ഞാൻ അഞ്ജലിയെ കണ്ടിരുന്നത്. പക്ഷേ ഇയാൾ എന്നാ അങ്ങനെ അല്ല എന്നെനിക്ക് മനസ്സിലായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.